നിങ്ങളുടെ ഒരു ലെസ്ബിയൻ അല്ലെങ്കിൽ ഒരു ഗേ കപ്പിളിനെ കാണുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ആളുകൾ ഇപ്പൊ നോർമലി ഒരു എന്താ പറയാ ഒരു ഹെട്രോസെക്ഷൽ ഒരു കപ്പിളിനെ നോർമലി ആളുകൾ കാണുന്ന സമയത്ത് അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ അതൊക്കെ കണ്ട് അവർ അങ്ങനെ വിടും. പക്ഷെ നിങ്ങളുടെ ഒരു ഫോട്ടോസോ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അവർ ആ ഫോട്ടോയുടെ ബ്യൂട്ടി കാണുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ബെഡ്റൂമിൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റി അല്ലെ. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ ഇന്റർവ്യൂസിലും കണ്ടിരുന്നു ഓപ്പൺലി നിങ്ങളുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് വരെ ചോദിച്ചിട്ടുള്ളത്. ശരിക്കും ആളുകൾക്ക് എന്തിനാണ് ഇത്ര തോരാ നിങ്ങളുടെ സെക്ഷുവാലിറ്റി? യൂട്യൂബിൽ നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോരെ, നിങ്ങളോട് ചോദിക്കണവർക്ക് അല്ലേ? ഇവർക്ക് എന്തിനാണ് അറിയാൻ ഇത്ര ആഗ്രഹം? അപ്പൊ ഇവരിതാണോ ഇവർക്ക് അറിയാൻ ഇത്ര ആഗ്രഹം വരണമെങ്കിൽ? അത് നമ്മുടെ കാര്യങ്ങളല്ലേ. ഒരു ചെറുക്കനും പെണ്ണോടും കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ പോയി ചോദിക്കൂ നിങ്ങളുടെ ബെഡ്റൂമിൽ എന്താണ് ചോദിക്കൂ? ഇല്ല. പക്ഷെ നമ്മുടെ ഇടയിൽ ആ ചോദ്യം ഏറ്റവും കൂടുതൽ വരുന്നത് അതാണ്, നിങ്ങളമ്മ എന്താണ്, എങ്ങനെയാണ്. എല്ലാവർക്കും അറിയേണ്ട ഈ ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ആളുകളുടെ മേ ബി ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹോമോസെക്ഷൽ കപ്പിൾസിന് അവർക്ക് എപ്പോഴും സെക്ഷുവാലിറ്റി മാത്രമേ ഉള്ളൂ അവരുടെ തിങ്കിങ് എന്നായിരിക്കും. എനിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ ഇടയിൽ സെക്ഷുവാലിറ്റിയൊക്കെ കൂടുതൽ നമ്മുടെ ഇടയിൽ പ്രേമമാണ്, അതെ, ലവ് ആണ് നമുക്ക് അൾട്ടിമേറ്റ്. മനസ്സിലായി. അതായത് ഒരു നമ്മൾ തമ്മിലുള്ള ലവ് ബോണ്ടാണ് നമ്മുടെ ജീവിതം എത്ര ഇയേഴ്സ് വരെ കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതെ, അങ്ങനെ ലവ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നല്ലോ, അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തെന്നൊരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പം മോഹൻലാൽ ലാലേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവമൊന്നുമല്ല, ശരിയാണ്. പക്ഷെ മലയാളീസിന് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ലാലേട്ടന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി, അവർ എന്റെ വീട്ടിലോട്ട് വരട്ടെ. അത് ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഇല്ലേ? പിന്നെ അവര് ആ കപ്പിൾസ് ഒരു അങ്ങനെ ഒരു ഷോയിൽ വന്നപ്പോ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങള് ഇപ്പം അവര് സപ്പോർട്ട് ചെയ്ത് കുറെ പേര് തുടങ്ങി. കാരണം അതുവരെ അവരെയും കുറെ ബാഡ് പറഞ്ഞവരായിരിക്കും മേ ബി അത്. ബട്ട് അവരുടെ ലവ് അതിൻ്റെ അവരുടെ കണക്ഷൻ കണ്ടിട്ട് അതിൽ നിന്ന് മാറിയ കുറെ പേര് കാണും സൊസൈറ്റിയിൽ. അത് ഒരുപാട് മാറ്റം ഇനി കൊണ്ടുവരാൻ തോന്നുന്നു. അടുത്ത ഷോയിലും ഇതേപോലത്തെ കുറെ കപ്പിൾസ് ഒക്കെ വരുമായിരിക്കും. കാരണം ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വിലയിരുത്തുന്നതിനൊക്കെ ഒരു ഷോയിൽ ഇത്ര ദിവസം നിന്ന് കഴിയുമ്പോ അവരുടെ ഉള്ളിലെ സ്നേഹം ബോണ്ട് നമ്മൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കും. അപ്പം എത്ര നല്ലൊരു ഇമ്പാക്ട് നിങ്ങളുടെ ഉള്ളിലും വരും. അവരുടെ റിലേഷൻ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന റൂട്ടല്ല. നിങ്ങൾ എങ്ങനെയാണ് അത്രയും ബ്യൂട്ടിഫുൾ തന്നെയാണ് നമ്മുടെ റിലേഷൻ. ലാലേട്ടന്റെ ആംഗ്രി മൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളി. ഇത്രയും സീസണിലെ ഏറ്റവും നല്ലൊരു എപ്പിസോഡ് ആയിരുന്നത്. അതെ, ഈ ഒരു ഇതില് കണ്ടതില് ഏറ്റവും നന്നായിട്ട് കണ്ടൊരു എപ്പിസോഡ് ആയിരുന്നു അത്. ബെസ്റ്റ് പാട്ട് എന്തായിരിക്കും എപ്പിസോഡ്സില്? അത് വീട്ടിൽ കൊണ്ടുവരാൻ എന്റെ വീട്ടിൽ കയറ്റി ഞാൻ അവരെ എന്ന് പറയുന്ന ഒരു ഇതില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ വ്യക്തി അങ്ങനെ പറയുമ്പോ പുള്ളി അത് എക്സെപ്റ്റഡ് ആണ്. അതുകൊണ്ടാണല്ലോ പുള്ളി ഷോയിലോട്ട് വിളിച്ചേ. എന്റെ വീട്ടിൽ കയറ്റി ഞാൻ അവരെ. ആ ഒരു ഡയലോഗ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആ പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു വേർഡ് പറയുമ്പോ നമുക്ക് ആർക്കാണെങ്കിലും ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം? എന്നോട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അത്. ഞങ്ങൾ ആ എപ്പിസോഡ് ഫുള്ള് കണ്ടു. ഞാനും എപ്പിസോഡ് ഫുള്ള് കണ്ടു. ആദിലയുടെ നൂറയുടെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളാണ്, എനിക്ക് പോലും പക്ഷെ ഒരു സങ്കടം വന്നു. നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിനാറിയോ ഉണ്ടായിട്ടേ ഇല്ല. ബട്ട് എനിക്കും അത് കണ്ടപ്പോ സങ്കടം വന്നു. അവരുടെ രണ്ടാളുടെ നിപ്പും ആദില ഭയങ്കരമായിട്ട് എന്തോ പാനിക്കായ പോലെ തോന്നി. അവര് പാവങ്ങളാണ്, ചെറിയ പിള്ളേരല്ലേ. അതെ, അപ്പൊ ആ ഒരു തിരിച്ചു പറയാനുള്ള ഒരു അവരെ കാണുമ്പോൾ നമുക്ക് ഇത് കേട്ട സ്റ്റേറ്റ്മെന്റ് നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോകും. ഞങ്ങളാവൂല കേട്ടോ. ഞങ്ങള് പിന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ആവില്ല. ഇവർക്ക് പക്ഷെ അധികം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ അത് കേട്ടപ്പോ അവര് പെട്ടെന്ന് ഷോക്കായി പോയി. അവരുടെ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും പഴയ മെമ്മറീസ് ഓർമ്മ വന്നു അങ്ങനെ നിക്കുന്ന കണ്ടപ്പോഴേക്ക്? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ മെമ്മറീസ് ഇല്ല. കാരണം ഞങ്ങൾ തിരിച്ചു പറയും. ഞങ്ങളങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരല്ല. ഇങ്ങനെ വാ അടപ്പിച്ചിട്ടുള്ള ആരെയാണ്? ഇഷ്ടംപോലെ പേരുണ്ട്. ഞങ്ങള് ഇതേപോലെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വന്നിട്ട് ഒരുത്തി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പോലീസിലാണ്, പള്ളുരുത്തി സ്റ്റേഷനിലാണ്, നീ ധൈര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞ് കൃത്യം 7 മണിക്ക് നീ ധൈര്യം ഉണ്ടെങ്കിൽ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ 6:45 എത്തി അവിടെ. എന്നിട്ട് പറഞ്ഞത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പോലീസുകാരൻ്റെ വൈഫും അല്ലായിരുന്നു അത്, പുള്ളിക്കാരത്തി. അത് എന്നിട്ട് ഞാൻ അവിടുന്ന് ലൈവ് ഒക്കെ ഇട്ടായിരുന്നു, ഞങ്ങളോട് ഉണ്ട് എവിടെ താനെ എവിടെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മുന്നേ, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി. അങ്ങനെ ഒരുപാട് പേരുടെ വാടപ്പിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചില ആളുകളൊക്കെ ഇതേപോലെ സ്റ്റോറി ഇടുന്ന ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുറെ ട്രാൻസ് ആയിട്ടുള്ള ട്രാൻസ് വുമൻസ് ഇങ്ങനെ സ്റ്റോറി ഇടുന്ന കണ്ടിട്ടുണ്ട്. അവരുടെ ഇതേപോലെ DM പോയിട്ട് ഹായ് ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ പോയിട്ട് ഇവര് കുറെ ഇതൊക്കെ മെസ്സേജ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക്
ഒരു പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് തെറി വിളിക്കുന്ന കമന്റ്, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കാനൊക്കെ നല്ല മനസ്സിൽ എത്ര ചേട്ടന്മാരുണ്ട്. ഒരുപാട് പേരുണ്ട് നല്ല മനസ്സിലുള്ള ജീവിതം ചേട്ടന്മാരുണ്ട്. തരാതിരിക്കുന്നവര്. അതെ, രണ്ടുപേർ കൂടെ ഒരുമിച്ച് ജീവിതം ഇപ്പൊ ഹിന്ദിക്കാര് വരെ തരുന്നുണ്ട്. പണ്ട് ഹിന്ദിക്കാരും കന്നഡക്കാരും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അവരും തരുന്നുണ്ട്. ഇഷ്ടം പോലെ ഇവളെ പ്രപ്പോസ് ചെയ്യും. രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചോളാം, നോക്കിക്കോളാം. അത്രയ്ക്ക് നന്മമരങ്ങൾ കൂടെ ഒരുപാട് പേരുണ്ട്. ആദിലയും നൂറയും ബിഗ് ബോസിൽ കയറിയതിന് ശേഷം കുറെ വന്ന കമന്റ്സാ, ഇവര് ഇനി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പിരിയും അങ്ങനെ കമന്റ്സ്. നൂറെ ഞാൻ കെട്ടിക്കോളാ. ആദിലെ ഇവർക്ക് നല്ല ആൺകുട്ടികളെ ഇവര് കാണാഞ്ഞിട്ടാണ്. അങ്ങനെങ്കിൽ അവർ അത്ര ഇഷ്യൂസ് ഉണ്ടാക്കി ജീവിക്കാൻ വരത്തില്ലല്ലോ. കാരണം അവർ അത്ര ഇഷ്യൂസ് ഈ 3 വർഷം മുന്നേ നല്ല ആമ്പിളേരുണ്ടായിരുന്നല്ലോ ഇവിടെ. അതെ അല്ലേ? അവര് പ്രേമിക്കുന്ന കാലത്തും നല്ല ആമ്പിളേരുണ്ടായിട്ടുണ്ട്. എന്നിട്ടല്ലേ അവര് പ്രേമിച്ച്. അതെ, അവർക്കത് അത് മതിയും തോന്നിയതുകൊണ്ടാണല്ലോ അവര് വീട്ടുകാരുടെ ഇത്ര ഇഷ്യൂസ് ഉണ്ടാക്കി അവർ ജീവിക്കാൻ വന്നേ. എന്തായാലും മാറത്തില്ലല്ലോ എത്ര വന്നാലും. അപ്പൊ അതില് ഒരാൾ ഔട്ടായാലും ഒരാൾ നിന്നത് അവർക്ക് വേണ്ടി തന്നെ. അതെ, ഇപ്പൊ നമ്മളുടെ ഒരാൾ നിന്നാലും അത് നമുക്ക് വേണ്ടി തന്നെ, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാ. അത് ഈ പുറത്ത് സൊസൈറ്റിയിൽ ഇങ്ങനെ കാണേണ്ട ആവശ്യമില്ലല്ലോ. ഒരിക്കലും ഇല്ല. അങ്ങനെ ഇന്ന് വന്നിട്ട് നാളെ ഒരാളാകുമ്പോ അവരുടെ കൂടെ പോകാനെങ്കിൽ പിന്നെ എന്ത് ജീവിതം, അത് എന്ത് കണക്ഷനാണ് നമ്മൾ തമ്മിലുള്ളത്. അതെ അതെ അതെ. ഈ പറയുന്ന പോലെ എന്താ പറയാ, ഈ ചേട്ടന്മാര് ഇങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ, നേരിട്ട് അപ്രോച്ച് ചെയ്യോ അതോ മെസ്സേജ് അയച്ചിട്ടാണോ? നേരിട്ട് വരാൻ പേടിയായിരിക്കും. മെസ്സേജ് കൂടെ ഒന്നല്ലെങ്കിൽ കമന്റ് ആയിട്ട് പറയും ഞങ്ങളുടെ ഏതെങ്കിലും വീഡിയോസിന്, അല്ലെങ്കിൽ ഇവരുടെ കമന്റ് വരുന്നല്ലേ ഇവര് ബാഡിടും. എന്നിട്ട് ഇവരുടെ കമന്റ് അവരുടെ പ്രൊഫൈലോ നമ്മൾ DM നോക്കി കഴിഞ്ഞാല് രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞാൻ കല്യാണം കഴിക്കട്ടെ കമന്റ് വന്നിട്ട് നമ്മളെ ഇതാക്കിക്കൊണ്ടിടും. ഈ ഭാര്യ മക്കളൊക്കെ ഉള്ളവര് തന്നെയാണ് ഈ വന്ന് പറയുന്നത്. കൂടുതൽ ഫേക്ക് ഐഡി ആയിരിക്കും. സ്വന്തമായിട്ട് പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരാണല്ലോ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് മെസ്സേജ് അയക്കാം. അപ്പൊ ഞങ്ങൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ സ്വന്തം ഐഡി മെസ്സേജ് അയക്കും. കമന്റ്സ് വരുന്നത് എല്ലാം ഫേക്ക് എന്നാണ്. നമ്മളോട് എന്തെങ്കിലും തോന്നിട്ട് പറയാൻ നമുക്ക് അവരുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്മളോട് പറയല്ലോ. അതിൽ പേടിച്ചിട്ട് എല്ലാരും ഫേക്ക്. അപ്പൊ അവരുടെ ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നുന്നു നമ്മളോട് ഇങ്ങനെ നമ്മളെങ്ങനെ. ഏറ്റവും കൂടുതൽ ഒരു ഹെയ്റ്റ് വരുന്നത് സ്ത്രീകളിൽ നിന്നാണോ പുരുഷന്മാരിൽ നിന്നാണ്? പുരുഷന്മാരിത് വരുന്നത് നമ്മളൊരു സെക്ഷൽ രീതിയിലുള്ള ഇതാണ്, നമ്മളെ കളയാക്കിക്കൊണ്ട്. മനസ്സിലായി. കുറെ സിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, മനസ്സിലായി. അതാണ് കുറെ വരുന്നത്. പെൺപിള്ളേരെന്ന് വരുന്നത് എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ അമ്മ എന്താണ്, അതായിരിക്കും. അത് ഒരു ഏജ് കഴിഞ്ഞവരാണ് കൂടുതലും. മനസ്സിലായി വരുന്നത്. അങ്ങനെ കുറെ കമന്റ്സ് ഇഷ്ടം പോലെ വരാറ്. ഞാൻ ഇതേപോലെ കാണുമ്പോഴത്തേക്ക് ഇപ്പോ നമ്മുടെ ജാസി ആഷി അവരുടെ വീഡിയോസ് നോക്കുമ്പോഴത്തേക്ക് കുറെ പേര് ഗിഫ്റ്റ് ഇടുന്നത് കാണാം. മറ്റേ കോൽക്കളിയുടെ കത്രിക അതുപോലെ ഒരു ഗിഫ്റ്റ്സ് ഒക്കെ ഇടുന്നത് കാണാം. അപ്പൊ ശരിക്കും നിങ്ങളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാത്രമേ ഇവര് ചിന്തിക്കുന്നുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു അവർക്ക് അയക്കുന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു അതൊക്കെ. കാരണം അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആയിരിക്കും അവരെ തീർക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ട്. കാരണം നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതാണ്, നമ്മളെല്ലാരും കാണുന്നത്, നമ്മളവരെയൊക്കെ പാടിടില്ല. കാരണം അവരുടെ സന്തോഷമാണ് അവര് ചെയ്യുന്ന വീഡിയോ. ജാസി ആഷി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലെ തന്നെ ഒരു കപ്പിൾസ് ആണ്. അവര് ജീവിക്കട്ടെ, അവരുടെ ഇഷ്ടത്തിനല്ലേ അവര് ജീവിക്കുന്നത്. അവരല്ലാതെ ഒരു ക്രിമിനൽ തരമായി ഒന്നും ചെയ്തിട്ടോ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും അല്ല. അവരുടെ ഇഷ്ടത്തിന് അവരവരുടെ ജീവിതം ചെയ്യുന്ന ചെലവിലല്ല. എനിക്ക് അവർ നല്ല കപ്പിൾസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് അവർ നല്ലൊരു കപ്പിൾസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഹോമോസെക്ഷുവാലിറ്റി നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെതിരാണെന്ന് പറയുന്ന കുറെ പേരുണ്ട്. ഒരിക്കലല്ല, ദൈവം തന്നതല്ലേ ഇതും. അത് നമ്മള് സൃഷ്ടിച്ചതല്ലല്ലോ നമ്മുടെ സെക്ഷുവാലിറ്റി. അപ്പൊ അത് അക്സെപ്റ്റ് ആണും പെണ്ണും മാത്രമേ ഇത് പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതന്നെ നിർത്തണം ആദ്യം, അല്ലേ? ആ കാലം മാറി തുടങ്ങി. നമ്മൾ കുറെ പേര് മാത്രമാണ് ഇപ്പോഴും അതിന് പുറത്തു വരാത്തുള്ളൂ. മിക്ക തോന്നുന്നു എനിക്ക് പുറം രാജ്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഏറ്റവും നല്ലത് അവിടെ ജീവിക്കുക. ഇവിടെ അത് വരുമ്പോഴേക്കും കുറെ സമയം എടുക്കും. ഹോമോഫോബിക് ആയിട്ടുള്ള ആളുകൾ ഇവിടെയാ കൂടുതലല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ കമന്റ്സ് ഒക്കെ തന്നെ അറിയത്തില്ലേ, കൂടുതൽ ഹോമോഫോബിക് തന്നെയാണ്. അതുപോലെ നേരത്തെ ആര്യനെ ഇഷ്ടമല്ല, ആര്യനോട് താല്പര്യമില്ല, ഇമ്മച്ചുവേർഡ് ആണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ചില ഈ പറഞ്ഞ പോലെ ചില ഗോഷ്ഠികളും ലാലേട്ടന്മാര് റെസ്പെക്ട് ഇല്ലാതെ ബിഹേവ് ചെയ്യുന്നതൊക്കെ. ഇതേപോലെ എനിക്ക് റിയൽ ആണോ എന്നറിയില്ല, ബട്ട് ഞാൻ കുറെ ഫീച്ചേഴ്സ് ഇങ്ങനെ കണ്ടിരുന്നു. ആര്യൻ ADHD ഉണ്ട്. ഞാനും കണ്ടായിരുന്നു അതിനെപ്പറ്റി. നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ, നമ്മൾ അതിനെ പറ്റി പറയാനും ആളല്ല. നമുക്ക് അറിയാത്ത ഒരു വിഷയത്തെ പറ്റി പറയേണ്ടത് അറിയത്തില്ലല്ലോ. നമുക്ക് പേഴ്സണലി പുള്ളിനെ അറിയില്ല. ഞാൻ ഇന്റർവ്യൂസ് ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ തന്നെ പറയുന്നത് ADHD അതിന്റെ എന്തോ നമുക്കറിയത്തില്ല, നമുക്ക് അതിനെ പറ്റി അറിയത്തില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ആൾ ഇത്ര ഹൈപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതായിരിക്കും. ഇതിന് പേഴ്സണലി പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? പേഴ്സണലി എനിക്ക് ആദിലിനോറിനെ അറിയാം. ശരിക്കും ചേച്ചി ഞങ്ങൾക്ക് അറിയായിരുന്നു. ടോപ്പ് 5 പ്രഡിക്ഷൻ
പറയുകയാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും? ഷാനവാസ് കാണുമായിരിക്കും, മേ ബി അക്ബർ കാണും, കാണുമായിരിക്കും. അനു വരും. അതിലെന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അനീഷ് കാണും. അനീഷ് എന്തായാലും ഉണ്ടാവും. ഉണ്ടാവും. അനീഷിനെ ഭയങ്കര ഇഷ്ടം അല്ലേ? അല്ല ഇഷ്ടമല്ല, പുള്ളി ഉണ്ടാവും എന്തായാലും. ഉണ്ടാവും. പുള്ളി അങ്ങനത്തെ ഒരു അല്ല, ക്യാരക്ടർ. പുള്ളി വീക്ക് മാറുന്നവരും പുള്ളിയുടെ ഗെയിം ചേഞ്ച് ചെയ്ത് കളി മനസ്സിലാക്കി കളിക്കുന്ന ഒരാള് എനിക്കിഷ്ടമാണ്. നല്ലൊരു ആർക്കും സപ്പോർട്ടും അല്ല, ആർക്കും ഒന്നല്ല, ആളുടെ ഗെയിമിങ്ങിലാണ് ഒറ്റയ്ക്ക് കളിക്കും. ഒറ്റയാനാണ് പുള്ളി. അനുവിന് നേരത്തെ ഇഷ്ടം, അനുവിന് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ്സും വരുന്നുണ്ട്, ഇഷ്ടം പോലെ നെഗറ്റീവ്സും വരുന്നുണ്ട്. അനുവിന് മാറ്റിക്കഴിഞ്ഞാൽ അനുവിന് ബെറ്റർ ആകും എന്ന് തോന്നുന്നുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? കരച്ചില് ഇപ്പൊ മാറിയിട്ട് തോന്നുന്നു ഒരുപാട്. അങ്ങനെ ആളും ഈ പറഞ്ഞ പോലെ പുറത്ത് നന്നായിട്ട് ഗെയിം കളിച്ച് പഠിച്ചു വന്നിട്ടുള്ള ആളാണ്. പക്ഷെ ജിസയിൽ ആര്യൻ ആ ഒരു അലിഗേഷൻ പുള്ളിക്കാരത്തി കൊണ്ടുവന്നത് ആൾക്ക് ഇത്തിരി കൂടെ നെഗറ്റീവ് ആയ പോലെ തോന്നുന്നില്ലേ? കുറച്ച് വന്നിട്ടുണ്ട്. കാരണം അത് അങ്ങനെ ഒരു എന്തായാലും ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനകത്തുണ്ടെങ്കിലും. ഓപ്പൺ ആയിട്ട് അങ്ങനെ പറഞ്ഞ് അതിനൊരു ചർച്ചാ വിഷയമാക്കി അവിടെ ഡെമോ ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പുറത്ത് ബിഗ് ബോസിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിലും നമുക്കത് പറയേണ്ട ആവശ്യമില്ല. അവരെന്തോ ആയിക്കോട്ടെ, പുറത്ത് പറയേണ്ട ആവശ്യമില്ല. അതിനെല്ലാരോടും ജഡ്ജ് ചെയ്ത് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് അവർക്ക് എത്രമാത്രം ഇമ്പാക്ട് അതായിരിക്കും തോന്നുന്നു കൂടുതൽ പുറത്ത് ഇത് വന്നത്. ആ ഡെമോ കാണിച്ചിരുന്നല്ലോ, അതെ 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 അതെ, അതായിരിക്കും തോന്നുന്നു മസ്താനിക്ക് പെട്ടെന്ന് ഔട്ടാവാനുള്ള കാരണം തോന്നുന്നു. പിന്നെ അപ്പാനി ഔട്ടായപ്പോ ഉള്ള ഒരു ക്യാമറ ഫ്രണ്ടിൽ ഇപ്പൊ കൊറേ അത് വരുന്നുണ്ട്. അതിനവർ തിരിച്ചും പറഞ്ഞല്ലോ, അപ്പൻ ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ക്യാമറ മുന്നിലൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ, ഇത്രയും ഹേറ്റ് സമ്പാദിച്ച ഒരാൾ ഇതുവരെ എലിമിനേറ്റ് ആയിട്ടില്ല അല്ലേ? ഹൗസ്മേറ്റ്സും കൂടി ഒരിക്കലും ഇല്ല. ഇങ്ങനെ ഇറങ്ങിയ ഒരാളും കാണത്തില്ലെന്ന് തോന്നുന്നു, കാണത്തില്ല ഇത്ര സീസണില്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേപോലെ ഇന്റർവ്യൂസിന് കോൾ ചെയ്തിട്ടുണ്ടോ? കുറെ പേര് ഇങ്ങനെ ബിഗ് ബോസിലല്ല, മസ്താനിയുടെ ഇന്റർവ്യൂസിൽ. കാരണം കുറെ പേര് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതേപോലെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ ഇന്റർവ്യൂസ് എടുത്തിട്ട് സ്റ്റിൽ അതിപ്പോ നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതായിട്ട്. ഇല്ല, ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്തിട്ടില്ല. യൂഷ്വലി ഒരു കപ്പിളിനെ കാണുമ്പോഴത്തേക്ക് ഒരു 4-5 വർഷം റിലേഷൻ കഴിയുമ്പോൾ നോർമലി വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താ നിങ്ങൾക്ക് ഫാമിലി പ്ലാനിങ് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടികളില്ലേ, അങ്ങനെയൊക്കെ പൊതുവെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോ നിങ്ങളുടെ ഒരു പ്ലാൻ എങ്ങനെയാണ്? ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ? നമ്മള് ടൈം ആവട്ടെ, കുറച്ചുകൂടെ ടൈം ആവട്ടെ, എന്നാൽ പ്രൊസീജിയർ ഒക്കെ എങ്ങനെ നന്നായിട്ട് മനസ്സിലാക്കി എന്താണ് നല്ല ഓപ്ഷൻ. അത് കുഞ്ഞു കുട്ടിയാണോ? എത്ര വയസ്സുണ്ട്? 23. അവള് ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോ പോകുന്നതാണ് എന്റെ കൂടെ. ആണല്ലേ? കുറച്ചുകൂടി മെച്ചൂർഡ് ആവട്ടെ. ആളിപ്പോ എന്റെ പിന്നാലെ നടന്ന് ആള് മെച്ചൂർഡ് അല്ല, ഇത്തിരി ആവണം. അപ്പൊ എങ്ങനെയായിരിക്കും? പലരും കമന്റ്സ് വരും, ഒരു മെയിൽ സപ്പോർട്ട് ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരു കുട്ടി വരുന്നത്? ഇഷ്ടപ്പെട്ട ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. സ്പെം ഡൊണേഷൻ എന്തായാലും വേണം ഒരാളെ. ഒരാളുടെ കുട്ടിയാവത്തല്ലേ ഉള്ളൂ അപ്പോഴും. ഇല്ല, എന്റെ അങ്ങനെ എഗ് ഇതാക്കിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യും. എന്തായാലും ഒരു 2 years കൂടി കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യും. പുള്ളിക്കാരത്തിക്കാണ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി പ്രസവിക്കാൻ മെച്ചൂർഡ്. അതെ അതെ, മെച്ചൂർഡ് ആവട്ടെ. കുറച്ച് ഇയേഴ്സും കൂടെ കഴിഞ്ഞിട്ട് 2-3 years എന്തായാലും ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായാലും മോളുടെ പേരെന്തായിരുന്നു? പൂജ. പൂജയ്ക്ക് അപ്പൊ ഒരു അനിയത്തിയും കൂടെ, അനിയത്തി അല്ലെങ്കിൽ അനിയനും കൂടെ. പൂജയ്ക്ക് അനിയൻ വേണം. അപ്പൊ പൂജയ്ക്ക് ഒരു അനിയനും കൂടി വരാൻ പോവാണ്. ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാണ്? മൈഗ്രേറ്റ് ചെയ്യും ഇവിടുന്ന്. എന്തായാലും നാട്ടിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം എന്തായാലും പോയിട്ട് വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നന്നായിട്ട് പോട്ടെ, അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ ഇത്രയും വർഷമായി മനുഷ്യന്മാരല്ലേ. പക്ഷെ ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ ജീവിതകാലം മൊത്തം ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ഞങ്ങൾ വയസ്സാകുമ്പോഴത്തെ പ്ലാൻ വരെ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ്.